നിക്ക് 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 ഒരു മിനിറ്റ് സ്ക്രോൾ ചെയ്ത് പോകല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നല്ല ബീഫ് ഉലർത്തിയതാണ്. അതും നല്ല കോട്ടയം സ്റ്റൈല്. പക്ഷേ എല്ലാവരും ചെയ്യുന്ന അതേ രീതിയിലൊന്നുമല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട്. വീട്ടുകാരാണെങ്കിൽ പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉണ്ടാക്കിയിരുന്നെങ്കിലെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ടിപ്പുണ്ട്. ആ ടിപ്പ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടിട്ട് കാണുക. കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകുള്ളൂ. അപ്പോൾ എങ്ങനെയാ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും നിഷാസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല നാടൻ ബീഫ് ഉലർത്തിയതാണ്, അതും കോട്ടയം സ്റ്റൈലിൽ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഇത് നല്ല പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളത്. വീട്ടിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഞാനത് ആ ബീഫ് നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ബീഫാട്ടോ, അത്യാവശ്യത്തിന് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറായിട്ട് നെയ്യൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ പച്ചയ്ക്ക് തന്നെ ചേർക്കുകയാണ്. നമ്മൾ ഈ മസാലയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയിൽ നിന്ന് കുറച്ച് ഭാഗം മുഴുവനായിട്ട് ഇടേണ്ട, അല്പാൽപ്പം ചേർത്ത് കൊടുത്തിട്ട് വേണം ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ പച്ചയ്ക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ, കുറച്ച് സമയം ഇതൊന്ന് മസാലയെല്ലാം ഈ ഇറച്ചിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടതുപോലെ 1 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെന്താ ചേർത്തേ, ചെറിയ ഉള്ളി മസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ബീഫിന്. പിന്നെ ഒരു പിടി സവാള, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈവച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. 15 മിനിറ്റിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മൺചട്ടിയിലോ മൺകാലത്തിലോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി പ്രത്യേകിച്ച് വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബീഫ് കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ കുക്കറിനകത്തൊന്നും വെക്കുന്നൊന്നുമല്ല, അടുപ്പിൽ വിറകടുപ്പിൽ തന്നെ വെക്കണം. ഇപ്പം എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവത്തില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ കുക്കറിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഓൾറെഡി അറിയാമല്ലോ, ബീഫ് വേകാൻ തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ ഓവർ വെള്ളമായിട്ട് പോകരുത് കേട്ടോ. അപ്പം നിങ്ങളതനുസരിച്ചിട്ട് വെള്ളം വെച്ചാൽ മതി. ഇനി ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഓരോരുത്തരുടെയും കുക്കറിൻ്റെതനുസരിച്ചിട്ടാണ് ഇറച്ചി വേവുന്ന സമയം. ചില കുക്കർ 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിലൊക്കെ അടിച്ചിട്ട് സിമ്മിലിട്ടാൽ മതിയാകും. അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങളുടെ കുക്കറിൻ്റെതനുസരിച്ചിട്ട് നിങ്ങൾ ആ വിസിൽ സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കുക്കർ 3 വിസിലടുപ്പിച്ചിട്ട് 1 വിസിൽ സിമ്മിലും ഇട്ട് അടുപ്പിച്ചു. അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് അല്പം വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരിയിട്ടെടുക്കാം. നിങ്ങൾ ഇങ്ങനെ വറുത്തെടുക്കുക, അതല്ലെങ്കിൽ ആ കുക്കറിലോട്ട് ഇട്ടിട്ട് ബീഫ് വേവിച്ചെടുക്കുന്ന കൂട്ടത്തിൽ വേവിച്ചെടുത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ ഇച്ചിരി ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഒരുപാട് മൂത്ത് വരുവൊന്നും വേണ്ട. ഒരു ഗോൾഡൻ നിറം ആകാൻ ഏകദേശം തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കിത് കോരി മാറ്റണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി കളയുമൊന്നും വേണ്ട. പിന്നെ തേങ്ങാക്കൊത്ത് അരിയുമ്പം കട്ടി കുറച്ചിട്ട് അരിയാൻ നോക്കണേ. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം. അത് വഴന്നു വരുമ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 1.5 കിലോ ബീഫിലേക്ക് 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. 1 പിടി ചെറിയ ഉള്ളി, ആ ഒരു കണക്കാണ് കേട്ടോ. എന്നിട്ട് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടത്തില്ല. എപ്പം നിങ്ങൾ സവാള വഴറ്റിയാലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടേ വഴറ്റാവുള്ളൂ, എങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടത്തുള്ളേ. 2-3 കഷ്ണം കറുവാപ്പട്ട ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ. അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരുന്നു ബെറ്റർ. ആദ്യമേ തന്നെ ഞാൻ അന്നേരം വിട്ടുപോയി, അതാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇതുപോലെ വഴന്ന് കഴിയുമ്പം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ഇതിലേക്ക് മസാലകളെല്ലാം വീണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമ്മൾ ഓരോ സ്പൂണൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു. വീണ്ടും ഞാനിതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് മുളക് പൊടി, ഗരം മസാല, അതുപോലെ മീറ്റ് മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഞാൻ ഓരോ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പം കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് കരിഞ്ഞൊന്നും പോകാതെ, ഈ കളർ നഷ്ടപ്പെടല്ല, ഈ ഒരു റെഡ് കളർ അങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു ബീഫ് ഉലർത്തി ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നത്തുള്ളൂ. നല്ലൊരു കളറായിരിക്കും. അപ്പം ഇത് കരിഞ്ഞു പോകാതെ തന്നെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ നമുക്ക്
വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പം കപ്പയ്ക്ക് കറിയായിട്ട് കുറച്ച് ചാറായിട്ടും കൂടി വെക്കാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഉലർത്താണ് ചെയ്യുന്നത്. ബീഫ് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അതിൻ്റെ ആ ഒരു വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മുടെ ഈ ബീഫ് ഒരു 80% വെന്തിട്ടുള്ളൂ. ബാക്കി നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് വെന്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ബീഫെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അതിൻ്റെ ആ ഒരു വെള്ളമയെല്ലാം നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. ഒറ്റയടിക്ക് അങ്ങോട്ട് എന്താ പറയുക, ഫ്ലെയിം കൂട്ടിയിട്ട് വറ്റിക്കരുത്. പതുക്കെ കിടന്ന് വേണം ഇതൊന്ന് ഡ്രൈ ആയിട്ടിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല മസാലയാണ് കേട്ടോ, നല്ല കിടിലൻ മസാലയാണ്. ഇത് കഴിച്ച് നോക്കിയെങ്കിൽ അതിൻ്റെ ആ ഒരു ആഹാ എന്താ ടേസ്റ്റ് എന്നറിയാൻ പറ്റുള്ളൂ. ശരിക്കും കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കറപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ടൊരു കിടിലൻ സൂത്രം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ കുരുമുളക് ചതച്ചത്, പൊടിച്ചതല്ല ചതച്ചത് തന്നെ വേണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പം കുരുമുളക് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ? ഈ ഷാപ്പിൽ, കോട്ടയം സ്റ്റൈലിൽ ഷാപ്പിലൊക്കെയുള്ള കപ്പയുടെ കൂടെ ഒക്കെ കിട്ടുന്ന കറിയുടെ ഒരു ടേസ്റ്റും ആ ഒരു എരിവും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു മുളകിൻ്റെ ഒരു ചുടുചുടുപ്പൊക്കെ ആയിട്ടിട്ട് എന്നാ കിടിലനാണെന്നറിയാമോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനതൊന്ന് ഉലർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളിങ്ങനെ തേങ്ങാക്കൊത്തി ഇങ്ങനെ ചേർക്കാറുണ്ടോ? അതുപോലെ മൺചട്ടിയിലാണോ നിങ്ങൾ ബീഫ് കറി വെക്കുന്നത്? ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് മൺചട്ടിയിൽ വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതാരും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ സാഹചര്യമുള്ളവരെ അങ്ങനെ തന്നെ വെച്ചിട്ട് കഴിക്കുക. അപ്പം എന്താ പറയുക, നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ല. ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.